ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, വ്യത്യസ്തമായ രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ചക്ക അരച്ചത് ഈ പാത്രത്തിനൊരു പാത്രമാണ്. അത് നമ്മൾ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് കണക്കാക്കിയാൽ മതി. എല്ലാ സാധനങ്ങളും ഇതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിന് അരപ്പാത്രം ഓയിൽ എടുത്തിട്ടുണ്ട്. പാത്രം പഞ്ചസാര. അത് മിക്സിയിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ഒന്ന് മിക്സ് ആക്കുക, എന്നിട്ട് അടിച്ചാൽ മതി. ആ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിൽ ചേർക്കുന്നത് അമൃതപ്പൊടിയാണ്, മൈദ അല്ല. അത് 1.5 പാത്രം, ഈ പാത്രത്തിന് 1.5 പാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഇതിൽ മിക്സ് ആക്കുക ശരിക്കും. എന്നിട്ട് ഇത് അരിച്ചെടുക്കുക. കട്ട വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതിന് ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെക്കണം, ഒരു 1.5 സ്പൂൺ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഫ്രൂട്ട്സ് ഇടുന്നുണ്ട്. ഫ്രൂട്ട്സ് ഇതുണ്ട്, കാഷ്നട്ട്, അത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് കോക്കനട്ട്, കുറച്ച് ഈത്തപ്പഴം. അതിങ്ങനെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇതിൽ ഈത്തപ്പഴം ഉണ്ട്, മുന്തിരി ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, കോക്കനട്ട് കൊപ്രയാണ് കേട്ടോ. ഒക്കെ ചെറുതായി നുറുക്കിയതാണ്. അല്ല, അതിൻ്റെ പീസാണ്, കോക്കനട്ടിൻ്റെ പീസാണ്. ഇതിൽ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അടിച്ചു വെച്ച ബാറ്ററിലേക്ക് ഈ ഫ്ലവർ ഉണ്ടല്ലോ അത് ചേർക്കും. സെബീനപ്പൊടി എന്നും പറയും, അമൃതം പൊടി എന്നൊക്കെ പറയും. ഇത് ഹെൽത്തിയാണ്. അത് നന്നായി മിക്സ് ആക്കുക. കോഴിമുട്ടൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിൽ അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. വളരെ കുറച്ച് എസൻസ് കൊടുക്കുന്നുണ്ട്, വനില എസൻസ്. എന്ത് വേണമെങ്കിലും കൊടുക്കട്ടോ, ഇപ്പോൾ ഏലക്കായ് പൊടിച്ചതാ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ആണ് കിട്ടേണ്ടത് നമുക്ക്. അധികം കട്ടിയാവരുത്, എന്നാൽ ലൂസും ആവരുത്. ഇത് പാകമാണത് ഇലകൾക്ക്. അതില്ല, ഇതിലേക്ക് ആ മാറ്റി വെച്ച ഇതുണ്ടല്ലോ ഡ്രൈ ഫ്രൂട്ട്സ്, അത് ഇതിൽ മിക്സ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്ന ഈ കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, അതിൽ കുറച്ച് നെയ്യ് സ്പ്രേ ചെയ്തിട്ട്, അല്ല നെയ്യോ ഓയിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ട് കുറച്ച് മൈദ തൂവി കൊടുക്കുക. അത് അടി പിടിക്കാതിരിക്കാനാണ്. അതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഉണ്ടല്ലോ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നിറച്ചതിൻ്റെ ശേഷം നമ്മൾ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക, ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഇനി നമ്മൾ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക.
എന്നിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക. 50-55 മിനിറ്റാണ് സാധാരണ വരൽ.